ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിച്ച ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. മലയാളത്തിൻ്റെ പ്രമുഖ താരമായ ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ വിവാഹമോചനത്തിന് ശേഷം ആദ്യമായി കൈ കൊടുക്കുന്ന ഒരു രംഗമാണിത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമല്ലോ, കാരണം അതുപോലെ ഒരു കാഴ്ചയല്ലേ ഇത്. പക്ഷേ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലുമില്ല. അതാണ് അതിശയം. ഒരു പക്ഷേ ആളുകൾ കാണാൻ ആഗ്രഹിച്ച ഒരു രംഗമായിരുന്നിരിക്കണം ഇത്. ചിലർ പറയുന്നത് ആ രംഗം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നു എന്നാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം മലയാളികൾ ഇവരെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. ഈ സംഭവം നടന്നത് എവിടെയാണെന്ന് വെച്ചാൽ കാക്കനാട് മാജിക് തിയേറ്ററിൽ വെച്ചാണ്. നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ പുതിയ തിയേറ്ററിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അവിടെ മലയാള സിനിമയിലെ സകല ആളുകളെയും വിളിച്ചു. അവിടെയാണ് ദിലീപും മഞ്ജു വാര്യരും എത്തിയത്. ആദ്യം എത്തിയത് മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യരുടെ കൂടെ തൊട്ടടുത്ത് ജയസൂര്യയും പൃഥ്വിരാജും ഒക്കെ ഉണ്ട്. അവർ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ദിലീപ് കയറി വരുന്നത്. ദിലീപ് കയറി വരുമ്പോൾ മഞ്ജു വാര്യർ എഴുന്നേറ്റ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പൃഥ്വിരാജ് അല്ല ആരായാലും ദിലീപ് വരുമ്പോൾ ഒന്ന് എണീക്കും. കാരണം ദിലീപ് ഒരു സീനിയർ നടനാണല്ലോ. 2014 ശേഷം ഇവർ രണ്ടുപേരും ഒരേ വേദിയിൽ വന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് കാണാൻ പ്രേക്ഷകർക്ക് പറ്റിയത്. ദിലീപ് വന്നപ്പോൾ മഞ്ജു വാര്യർ എഴുന്നേറ്റ് നിൽക്കുന്ന വീഡിയോയാണ് ആദ്യം വന്നത്. മഞ്ജു വാര്യർ ഇരിക്കുന്ന അതേ വരിയിൽ തന്നെയാണ് ദിലീപും ഇരുന്നത്. ഇപ്പോൾ മറ്റൊരു വീഡിയോയും കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ദിലീപ് വന്നപ്പോൾ മഞ്ജു വാര്യർ എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല, കൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയോടുകൂടി മഞ്ജു വാര്യരോടുള്ള ഇഷ്ടം ആളുകൾക്ക് കൂടുകയാണ് ചെയ്തത്. എത്ര ശത്രുതയുണ്ടെങ്കിലും അവർ തമ്മിൽ വേർപിരിഞ്ഞെങ്കിലും ആ ഒരു സമയത്ത് കണ്ടപ്പോൾ ദിലീപിനോട് കാണിച്ച ആ ഒരു റെസ്പെക്റ്റ്, അതിനെയാണ് എല്ലാവരും അഭിനന്ദിക്കുന്നത്. മഞ്ജുവിൻ്റെ ആ ഒരു ക്യാരക്ടറിനെയാണ് എല്ലാവരും കണ്ടു പഠിക്കേണ്ടത്. ഇനി മഞ്ജു വാര്യർ മൈൻഡ് ചെയ്യില്ലേ, കൈ കൊടുക്കില്ലേ, കണ്ടാലും കൊടുക്കില്ല, മൈൻഡ് ചെയ്യില്ല എന്നൊക്കെയുള്ള കമൻറ്റുകളും ചർച്ചകളും ആദ്യം വന്നെങ്കിലും വളരെ അന്തസ്സായി മഞ്ജു വാര്യർ പെരുമാറി. അത് നമ്മളെ പലയിടത്തും അതിശയിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ ധൈര്യവും ആത്മവിശ്വാസവും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എത്ര വലിയ ഒരു തകർച്ചയിൽ നിന്ന് ഉയർന്നെഴുന്നേറ്റ് വന്ന സ്ത്രീയാണ് മഞ്ജു വാര്യർ. ഇത്രയും ആത്മാർത്ഥതയോടെ, ഇത്രയും തൻ്റെടത്തോടെ, ഇത്രയും ധൈര്യത്തോടെ, ഒരു ചമ്മലുമില്ലാതെ കൈ കൊടുക്കണമെങ്കിൽ അവനവൻ്റെ ഭാഗത്ത് ശരിയുണ്ടായിരിക്കണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും പേടിക്കേണ്ടതോ ചമ്മണ്ടതുമായിട്ടുള്ള കാര്യമില്ല. ഒരു പിണക്കമോ ദേഷ്യമോ ഇല്ലാതെ അവനവൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നതിൻ്റെ ഒരു ധൈര്യമുണ്ടല്ലോ, അതാണ് മഞ്ജു വാര്യരിൽ കണ്ടത്. ഇല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തോടെ ദിലീപിൻ്റെ കണ്ണിൽ നോക്കി നിൽക്കില്ലായിരുന്നു. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം.
ആ ഒരു നിപ്പ് കണ്ടോ മഞ്ജു വാര്യരുടെ? നല്ലതുപോലെ ചിരിച്ചുകൊണ്ടാണ് ദിലീപിന് കൈ കൊടുക്കുന്നത്, അതും മുഖത്തോട്ട് നോക്കി. പക്ഷേ ദിലീപ് ഒന്ന് ചിരിക്കുക പോലും ചെയ്യുന്നില്ല, ആ മുഖത്തോട്ട് നല്ലതുപോലെ നോക്കുക പോലും ചെയ്യുന്നില്ല. പക്ഷേ മഞ്ജു വാര്യരുടെ ആ കോൺഫിഡൻസ്, അതാണ് അവരുടെ മുഖത്ത് കാണാൻ പറ്റുന്നത്. 1998 നടൻ ദിലീപ് മഞ്ജു വാര്യരെ വിവാഹം കഴിച്ചത്. അതിനുശേഷം മഞ്ജു വാര്യർ ഒരു കുടുംബിനിയായി സ്വന്തം കുഞ്ഞിനെയും നോക്കി കുടുംബവും നോക്കി കഴിഞ്ഞതല്ലാതെ ഒരു സിനിമയിൽ പോലും പിന്നെ അഭിനയിച്ചിട്ടില്ല. വിവാഹത്തിന് ശേഷം ഒരു പൊതുവേദിയിലും വന്ന് നമ്മൾ കണ്ടിട്ടുമില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കണം, സിനിമയിൽ മഞ്ജു വാര്യരെ വെല്ലാൻ ആരുമില്ല എന്ന ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഈ ദിലീപ് മഞ്ജു വാര്യരെ കിട്ടുന്നത്. അവർക്ക് വേണമെങ്കിൽ തുടർന്നും സിനിമയിൽ അഭിനയിക്കാമായിരുന്നു. പക്ഷേ അവർ അത് ചെയ്തില്ല. കാരണം അവർക്ക് അവരുടെ കുടുംബമായിരുന്നു വലുത്. അങ്ങനെ ജീവിക്കുന്നതിനിടയിലാണല്ലോ കാവ്യ മാധവൻ രംഗപ്രവേശനം ചെയ്യുന്നത്. കാവ്യയുടെ വരവോടെ അവരുടെ കുടുംബം തകർന്നു. അതേ തുടർന്ന് ഒരു പരാതിയുമില്ലാതെ ദിലീപിൻ്റെ ജീവിതത്തിൽ നിന്ന് മഞ്ജു വാര്യർ ഒഴിഞ്ഞുകൊടുത്തു. ഒന്നും എടുത്തില്ല, സ്വന്തം കുഞ്ഞിനെ പോലും. അതുപോലും ദിലീപിന് വിട്ടുകൊടുത്തു. ഇപ്പോൾ ദിലീപിന് കാവ്യയിൽ ഒരു മോള് കൂടി ഉണ്ടായി. മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും മകൾ മീനാക്ഷി പഠിച്ച് ഡോക്ടറുമായി. ദിലീപുമായുള്ള വിവാഹമോചനത്തിനു ശേഷം വലിയ ഒരു തിരിച്ചുവരവാണ് മഞ്ജു വാര്യർ നടത്തിയത്. അതിനിടയിലാണ് അതിജീവിതയുടെ പ്രശ്നം ഉണ്ടാകുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് എതിരായിട്ട് മഞ്ജു വാര്യർ ശബ്ദമുയർത്തുകയും അതിജീവിതയ്ക്ക് ഒപ്പം നിന്ന ഒരു വ്യക്തിയുമാണ് ഈ മഞ്ജു. അമ്മ സംഘടനയിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കൂട്ടായ്മ വിളിച്ചു കൂട്ടുകയും അവിടെ വെച്ച് മഞ്ജു വാര്യർ അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് പറയുകയും ഇതിനു പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുകയും ചെയ്തു. മഞ്ജു വാര്യരുടെ ആ ഒരു പ്രസ്താവനയാണ് ദിലീപിനെതിരെ കേസ് വരാനും ദിലീപ് ജയിലിൽ കിടക്കാനും ഇടയാക്കിയത്. അതോടുകൂടി ദിലീപിന് മഞ്ജു വാര്യരോട് ശത്രുതയായി. അതിൻ്റെ ഭാഗമായി മഞ്ജു വാര്യരുടെ കരിയർ നശിപ്പിക്കാനും മഞ്ജു വാര്യരെ സിനിമയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുവാനും ദിലീപ് ശ്രമിച്ചു. എന്നാൽ മഞ്ജു വാര്യർ തൻ്റെ ധൈര്യം കൊണ്ടും കഴിവുകൊണ്ടും സിനിമയിൽ ദിലീപിനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെ നിൽക്കുകയാണിപ്പോൾ. മഞ്ജു വാര്യർക്ക് തൻ്റെ കഴിവിലുള്ള ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുന്ന സ്ത്രീകൾ കഴിവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നതാണ്. ഇവിടെ മഞ്ജു വാര്യരാണ് വിജയിച്ചിരിക്കുന്നത്. ദിലീപ് ഏറ്റവും ഒടുവിൽ മഞ്ജു വാര്യർക്ക് കൈ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ നോക്കിയ ആളാണ് അവസാനം കൈ കൊടുക്കേണ്ടി വന്നത്. മഞ്ജു വാര്യരെ സിനിമാ ഫീൽഡിൽ നിന്നും തുടച്ചു നീക്കാൻ ശ്രമിച്ച ദിലീപിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മിക്കവാറും വിവാദങ്ങൾ ഉണ്ടായേക്കാം. കാരണം അതിജീവിതയുടെ ഭാഗത്ത് നിൽക്കുന്നവർക്ക് ഇതിഷ്ടപ്പെടില്ലല്ലോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു വാര്യരുടെ ധൈര്യത്തെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം ദിലീപ് വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈ കൊടുത്ത് ആ മുഖത്തോട്ട് നോക്കി നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം, അതാണ് അവരുടെ ശക്തി. കാരണം താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ശക്തി. അതുകൊണ്ട് ആരുടെ മുമ്പിലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ മഞ്ജു വാര്യർക്ക് കഴിയും. ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടി വേണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താലേ
മറ്റുള്ളവരിലേക്ക് എൻ്റെ വീഡിയോസൊക്കെ എത്തുകയും അവർ കാണുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം.